എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നും സംസാരിക്കാൻ പോകുന്നത്. എമ്പുരാൻ എന്ന സിനിമ കുറച്ചധികം പേരെങ്കിലും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എമ്പുരാൻ കണ്ടവർ മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. കഥയ്ക്കപ്പുറമുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എമ്പുരാൻ കണ്ട ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. സിനിമ 5 ദിവസം കൊണ്ട് 200 കോടി ക്ലബ്ബ് കയറുകയും ഇന്ന് 7ാമത്തെ ദിവസം 250 കോടി ക്ലബ്ബ് കയറുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഫ്രാഞ്ചൈസിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേരെടുക്കാം, ലൂസിഫർ. ലൂസിഫർ എന്നാൽ ക്രിസ്ത്യാനിറ്റി പ്രകാരം സാത്താൻ എന്നാണ് അർത്ഥം. സ്വർഗത്തിലെ ഒരു മാലാഖയായിരുന്നു ലൂസിഫർ. ദൈവത്തിൻ്റെ പർദീസയിൽ ഗബ്രിയേൽ മാലാഖയേക്കാൾ വലുതായിരുന്നു ലൂസിഫർ. പക്ഷേ ദൈവത്തെ എതിർത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അങ്ങനെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാലാഖയായിരുന്ന ലൂസിഫർ ദൈവത്താൽ ശപിക്കപ്പെട്ട പാതാളം ഭരിക്കുന്ന സാത്താനായി മാറി. സ്റ്റീഫനിലേക്കും ഇതേപോലെ തന്നെയാണ്. ദൈവത്തിൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് തിന്മകൾ മാത്രം നിറഞ്ഞ അണ്ടർവേൾഡ് ഡോണായി മാറി. ലൂസിഫറിലെ ചരിത്രം നോക്കിയാൽ ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട് മനുഷ്യർ സാത്താനിൽ അഭയം പ്രാപിക്കുന്നത് കാണാം. സാത്താനെ ആരാധിക്കുന്നു. അതിനെ ബ്ലാക്ക് മാസ്, കറുത്ത കുർബാന എന്നൊക്കെ പറയുന്നത്. ആദം ജോൺ സിനിമയിൽ പറയുന്ന കറുത്തച്ഛനൂട്ട്, അതിൽ കറുത്തച്ഛൻ എന്ന് പറയുന്നത് ലൂസിഫറാണ്. ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യർ സാത്താനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന സംഭവം എമ്പുരാനിൽ കാണാം. അതാണ് സയ്യിദ് മസൂദ്. ദൈവം കാരണം എല്ലാം നഷ്ടപ്പെട്ടു, പിന്നീട് ചെകുത്താൻ സംരക്ഷിച്ചു. ഈ ഒരു വൺലൈൻ തന്നെ എത്ര ക്ലിയർ ആയിട്ടാണ് ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടോ. ഇനി എമ്പുരാൻ എന്ന വാക്കിലേക്ക് വരാം. ഈ ലോകത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രം കേട്ടു പരിചയവും ഉപയോഗിച്ചിട്ടുള്ള പേരാണ് എമ്പുരാൻ. രാജാവിനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്നവൻ. അതാണ് എമ്പുരാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. മോർ ദാൻ എ കിങ്, ലെസ് ദാൻ എ ലോഡ്. ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവൻ. ഇനി എമ്പുരാൻ സിനിമ വന്നു കഴിഞ്ഞാൽ അതിൽ രാജാവിനെയും കാണാം, ദൈവത്തെയും കാണാം. ദൈവമായി PKRഉം രാജാവായി ടൊവിനോയുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ജതിൻ എന്ന ടൊവിനോയുടെ ക്യാരക്ടർ രാജാവെന്ന് പറയാൻ കാരണം അയാളൊരു ഭരണാധികാരിയാണ്, CM ആണ്. പിന്നെ PK രാംദാസ് എന്നൊരു ക്യാരക്ടറിനെ ദൈവമായിട്ടാണ് ഈ ഫ്രാഞ്ചൈസിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എമ്പുരാൻ എന്ന് ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വരുന്ന ലൂസിഫർ. എമ്പുരാനിൽ ഖുറേഷി എബ്രഹാം എന്ന സ്റ്റീഫൻ, ആ ഒരു ടൈറ്റിൽ തന്നെ ഒരു ഫുൾ സ്റ്റോറി ഡീറ്റെയിലിംഗ് ഉണ്ട്. അടുത്ത ഭാഗത്തിന് ഇനി എന്തായാലും എമ്പുരാൻ എന്ന പേര് തുടരില്ല. കാരണം കിങ്ങും ഇല്ല, ലോഡും ഇല്ല. രാജാവും മരിച്ചു, ദൈവവും മരിച്ചു. അവശേഷിക്കുന്ന നന്മയും ഇല്ലാണ്ടായി. ഇനി തിന്മ മാത്രം. അപ്പോൾ L3യുടെ ടൈറ്റിൽ എന്തായിരിക്കും? എമ്പുരാൻ സിനിമയുടെ അവസാന ഭാഗത്ത് ഖുറേഷി എബ്രഹാം പറയുന്നൊരു കാര്യമാണ് കറുത്ത മാലാഖ, മരണത്തിൻ്റെ മാലാഖ. L3 ടൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അസ്രയേൽ. എമ്പുരാൻ സിനിമയുടെ ലാസ്റ്റ് L3 ടൈറ്റിൽ ഡ്രാഗൺ അനിമേഷൻ കാണിക്കുമ്പോൾ ലൂസിഫറിൻ്റെ എൻഡ് ക്രെഡിറ്റിൽ എമ്പുരാൻ സോങ് വന്ന പോലെ എമ്പുരാൻ്റെ എൻഡ് ക്രെഡിറ്റിൽ ഒരു സോങ് ഉണ്ട്. അതിൽ എമ്പുരാൻ എന്ന ഹമ്മിങ്ങിന് പകരം മറ്റൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. ലൂസിഫറിൽ ആ ഹമ്മിങ് എമ്പുരാൻ എന്നാണെങ്കിൽ എമ്പുരാനിൽ ആ ഹമ്മിങ് അസ്രയേൽ എന്നാണ്. സോ നമുക്ക് ഉറപ്പിക്കാം, ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ 3ാമത്തെ ഭാഗത്തിൻ്റെ പേര് അസ്രയേൽ എന്നാണ്. കറുത്ത മാലാഖ. അന്യൻ സിനിമയിൽ കാണുന്ന അന്യൻ ഈ കറുത്ത മാലാഖയാണ്. ഇസ്ലാമികൾക്ക് അവൻ ഇബ്ലീസ്, ക്രിസ്ത്യാനികൾക്ക് അവൻ അസ്രയേൽ, ഹിന്ദുക്കൾക്കിടയിൽ അവൻ ഒരേ ഒരു പേരുള്ളൂ, കാലൻ. പച്ച മലയാളത്തിൽ പറഞ്ഞ കാലൻ. അസ്രയേൽ ഒരു ജൂയിഷ് ഇസ്ലാമിക് വേർഡാണ്. ഈ അസ്രയേലിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനെ സൃഷ്ടിക്കും മുമ്പ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ ആവശ്യമായ വസ്തുക്കൾ കൊണ്ടുവരാൻ വേണ്ടി കുറേ മാലാഖമാരെ അയച്ചു. പക്ഷേ അവരെല്ലാം തോറ്റപ്പോൾ ഉള്ളതിൽ ഏറ്റവും ക്രൂരനായ ഒരു മാലാഖ തൻ്റെ കർത്തവ്യത്തിൽ വിജയിച്ചു. അയാളാണ് അസ്രയേൽ. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യ സൃഷ്ടിയിൽ പ്രധാന പങ്കുവഹിച്ച ആളായതുകൊണ്ട് തിരിച്ചെടുക്കാനുള്ള ഒരു അധികാരവും ദൈവം അസ്രയേലിന് നൽകി. മരണത്തിൻ്റെ മാലാഖയാക്കി മാറ്റി. ക്രൂരതയുടെ രാജാവെന്നും അസ്രയേലിനെ അറിയപ്പെടും. എമ്പുരാനിൽ കബൂഗയെ കൊല്ലുമ്പോൾ ഖുറേഷി പറയുന്നൊരു വാക്കുണ്ട്, നരകത്തിൽ വെച്ച് കാണാമെന്ന്. സി യു ഇൻ ഹെൽ. അപ്പോൾ ഇനി അങ്ങോട്ട് പാപങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരിക്കും. എമ്പുരാൻ ക്ലൈമാക്സ് ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലായില്ല. ആരാണ് അവസാനം വന്നതെന്ന് അധികം ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു. അതാണ് റിക്യൂനി. പുള്ളി ഒരു വലിയ സ്റ്റാറാണ്, ഒരു ഹോളിവുഡ് സ്റ്റാർ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ആദ്യ ഫ്രാഞ്ചൈസിലൊക്കെ വില്ലനായിട്ട് ഇങ്ങേരാണ്. ഇത്ര വലിയ സ്റ്റാറിനെയാണ് ചൈനീസ് റെസ്റ്റോറൻറ്റിലെ കുക്കെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കളഞ്ഞത്. എമ്പുരാനിൽ റിക്യൂനെ സ്ട്രെങ് ട്രയാഡ്സ് എന്നൊരു ക്യാരക്ടറായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം തീരുമാനമായി, ജപ്പാനിലെ യക്കൂസ അല്ല, ചൈനയിലെ ട്രയാഡ് ഗ്രൂപ്പാണ് മെയിൻ വില്ലൻ. ഈ ഒരു ട്രയാഡ് ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചാൽ ഏഷ്യയിലെ ഒരു വലിയ ക്രൈം സിൻഡിക്കേറ്റ് ഗ്രൂപ്പാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രഗ്സ് ആൻഡ് ഡാർക്ക് ട്രേഡ്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ ശക്തികളിൽ ഒന്നാണ് ട്രയാഡ്സ്. കബൂക തീർന്നപ്പോഴാണ് ട്രയാഡ്സ്
ഖുറേഷിക്ക് ഓപ്പോസിറ്റ് ഒന്നും ജിതിനെയും ബോറിസ് ഒലിവറിനെയും തട്ടിയത്. ഇനി ഇൻ കേസ് L3-ൽ ഖുറേഷി ട്രയൽ ഗ്രൂപ്പ്സിനെ എങ്ങനെ തൊട്ടാൽ അവനെ വെട്ടാൻ വേണ്ടി വേറെ ആൾ വരും, ഉറപ്പാണ്. ആ ടീമാണ് ഇല്ലൂമിനാറ്റി. ലോക ചരിത്രത്തിൽ തന്നെ ട്രയാഡ്സ് ഗ്രൂപ്പ് ഇല്ലൂമിനാറ്റിയായിട്ടുള്ള 9 ഗ്രൂപ്പുകളിൽ ഡയറക്റ്റ് ബിസിനസ് ചെയ്യുന്നവരാണ്. അതിൽ ട്രയാഡ്സുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഇല്ലൂമിനാറ്റി ഗ്രൂപ്പാണ് റോത്ത്ചൈൽഡ്സ്. ഈ റോത്ത്ചൈൽഡ്സ് ആയിട്ട് ഖുറേഷി പണ്ട് എപ്പോഴും ഒന്ന് കോർത്തേൻ്റെ സിനിമയുടെ തുടക്കത്തിൽ പേപ്പർ കട്ടിങ്സ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ L3-ൽ ഖുറേഷി എബ്രഹാം ഷെങ് ട്രയാഡ്സിനെ തട്ടിയാൽ ഡ്രഗ് ഡീലിനെ ചെയ്യുന്ന 9 ഇല്ലൂമിനാറ്റി ഗ്രൂപ്പുകളും ഖുറേഷിക്കെതിരെ തിരിയും. അപ്പോൾ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവസാനിക്കുമ്പോൾ ഖുറേഷി ട്രയാഡ്സിൽ വന്ന പോലെ L3-ൽ ഇല്ലൂമിനാറ്റി കയറി. അതുമാത്രമല്ല, ഡാർക്ക് വെബിനെയും സിഗാർഡേയും കുറിച്ചൊക്കെ എമ്പുരാനിൽ ബോറിസ് ഉള്ളവർ പറയുന്നുണ്ട്. ഗോത്രയിലെ ട്രെയിൻ കത്തിക്കലും സ്റ്റീഫൻ്റെ പാസ്റ്റും കബൂഗയുടെ കണ്ടെയ്നറും ട്രയാഡ്സും സിക്കാഡയും ഇല്ലാമിനാറ്റിയും ഒക്കെയാണ് L2-ഉം L3-യുമായി തന്നെയുള്ള കണക്ഷൻ. ഇനി എമ്പുരാൻ സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കണ്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എല്ലാവരും ഇല്ലൂമിനാറ്റിയൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് കിട്ടിയത് കുറേ രാഷ്ട്രീയവും മതവുമായിപ്പോയി. അതാണ് ചെറിയൊരു നെഗറ്റീവ് അടിച്ചത്. പക്ഷേ അവർ ഇല്ലൂമിനാറ്റി വച്ചിരിക്കുന്നത് വലിയൊരു ബ്ലാസ്റ്റിലാണ് L3-ലേക്ക് വേണ്ടിയിട്ട്. L2-ൽ ഇല്ലൂമിനാറ്റി കിട്ടാതെ വന്ന വിഷമം L3 വരുമ്പോൾ മാറും, ഉറപ്പ്. എമ്പുരാനിൽ കബൂഗയിൽ നിന്ന് ട്രയാഡ്സ് വരെ എത്തിയുള്ളൂ. ഇനി L3-ലാണ് ട്രയാഡ്സിൽ നിന്നും ഇല്ലൂമിനാറ്റിയിലേക്ക് കണക്ഷൻ പോകുന്നതും. എന്തായാലും L3-ൽ കണക്ഷൻ കിട്ടും, ഗ്യാരണ്ടിയാണ്. കണ്ണ് തള്ളാണ്ടിരുന്ന ഖുറേഷിയിൽ നിന്നും കബൂഗയിലേക്ക്, കബൂഗയിൽ നിന്ന് ട്രയാഡ്സിലേക്ക്, ട്രയാഡ്സിൽ നിന്നും റോത്ത്ചൈൽഡ്സിലേക്ക്, അവിടെ നിന്നും ഇല്ലൂമിനാറ്റിയിലേക്ക്, അങ്ങനെ ഓവർ ദ വേൾഡിലേക്ക്. ഇതൊരു വല്ലാത്ത സ്റ്റോറി ലൈൻ തന്നെ. ഇങ്ങനെ ഒരു ഗെയിം പോലെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ലെവൽ ഓഫ് ഡെസ്റ്റിനേഷൻ പോലെയായിരിക്കും ഈ സിനിമ പോകുന്നത്. ഇപ്പോൾ അതിൽ ട്രയാഡ്സിലാണ് എത്തി നിൽക്കുന്നത്. ഇതിനിടയിൽ ഖുറേഷി മരിച്ചില്ലെങ്കിൽ ലോകം കീഴടക്കാൻ വരെ പോകാം. അതായത് ഇല്ലൂമിനാറ്റികൾ വരെ പേടിക്കുന്ന ഇൻഡോ വേൾഡ് പവർ വരെ. അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ പടത്തിൻ്റെ ഒരു ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ ഇത്രത്തോളം സ്റ്റോറി ലൈൻസ് ഉണ്ട്. അതങ്ങനെ എടുത്ത് പെട്ടെന്നൊന്നും പൊട്ടിച്ച് തീർക്കാൻ പറ്റില്ല. സ്റ്റോറി ടെല്ലിങ് കറക്റ്റ് ഒരു മീറ്ററിൽ തന്നെ പോകണം. അങ്ങനെ കറക്റ്റ് മീറ്ററിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എമ്പുരാനും ആ സെയിം മീറ്റർ തന്നെയാണ്. അപ്പോൾ എല്ലാം തുടങ്ങി വയ്ക്കുന്നതേ ഉള്ളൂ. അതാണ് L3 ദ ബിഗിനിങ്. നമുക്കറിയില്ല മുരളി ഗോപിന് ഇങ്ങനെയൊക്കെ തന്നെയാണ് എഴുതി വെച്ചേക്കിടുന്നത്. പക്ഷേ ഇങ്ങനെയെല്ലാം പോകാം ഈ സിനിമയ്ക്ക്. അത്രയും ഒരു സ്റ്റോറി ലൈനും അത്രയും പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സുമാണ് ഈ സിനിമയ്ക്കുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ തന്നെ നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ്. முன்ன நின்னாலே கமனுக்கும் பல நடுக்கும் இவன் பேரை சொன்னாலே சிவனுக்கும்